കൊൽക്കത്തയിലെ ആർജികർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രിൻസിപ്പൽ സുഹൃത പാലിനെ ചോദ്യം ചെയ്യാനായി സിബിഐ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അതിനിടെ IMA മറ്റന്നാൾ രാജ്യവ്യാപക സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ 24 മണിക്കൂറായിരിക്കും സമരം. ബൽറാം നെടുങ്ങാടി ചേർന്നിട്ട് കൂടുതൽ വിവരങ്ങളുമായി കൊൽക്കത്തയിൽ നിന്നും ആർജികർ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ബൽറാം ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. ബൽറാം, ഇതെന്താണ് ഇപ്പോൾ ഈ പുതുതായി നിയമിച്ച പ്രിൻസിപ്പലിനെ CBI ആസ്ഥാനത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനുള്ള സാഹചര്യം എന്താണ്? നേരത്തെ അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയതാണല്ലോ, പിന്നെ എന്താണ് ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം? പ്രജിൻ, പ്രവിത, ഇന്ന് രാവിലെ മുതൽ തന്നെ CBIയുടെ സംഘം ഈ കേസന്വേഷണം ഇന്നലെ CBI ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ഇന്നലെ ഉച്ചയോടെ മെഡിക്കൽ കോളേജിൽ എത്തി തെളിവ് ശേഖരണം നടത്തുകയും ഈ ആശുപത്രി അധികൃതരുമായി സംസാരിക്കുകയും മൊഴിയെടുക്കുകയും CBI ചെയ്തു വന്നിരുന്നു. ഇന്നും അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ വെച്ച് പുതിയ പ്രിൻസിപ്പൽ സുഹൃത പാൽ അടക്കമുള്ളവരുടെ മൊഴി CBI രേഖപ്പെടുത്തി. അല്പസമയം മുമ്പാണ് ഈ ക്യാമ്പസിൽ നിന്നും ഈ പുതിയ പ്രിൻസിപ്പലിനെ CBI സംഘം അനുഗമിച്ചുകൊണ്ട് CGO കോംപ്ലക്സിലേക്ക്, CBIയുടെ കൊൽക്കത്തയിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് CGO കോംപ്ലക്സിലാണ്, അവിടേക്ക് കൊണ്ടുപോയത്. കൂടുതൽ മൊഴി രേഖപ്പെടുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. നേരത്തെ ഈ ആശുപത്രിയിലെ ഡീനായിരുന്നു സുഹൃത പാൽ എന്നുള്ളതും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രസ്താവന ഇറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളും രംഗത്തുണ്ട്. ഈ പ്രിൻസിപ്പളുമായി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നിന്നും CBI സംഘം പുറത്തിറങ്ങിയ ഘട്ടം മുതൽ തന്നെ ക്യാമ്പസ് വീടും വരെ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനെതിരെ ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി അനുഗമിച്ചു. പ്രിൻസിപ്പലിനെതിരെ കൂവിവിളികൾ ഉണ്ടായി. അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധമാണ്. ഇപ്പോഴും ഈ സമരപന്തലിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. വിദ്യാർത്ഥികൾ ഈ ഘട്ടത്തിലും കഴിഞ്ഞ ദിവസങ്ങളായി 6 ദിവസമായി നടന്നുവരുന്ന പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ സമരപന്തലിന്റെ തന്നെ ഇന്നലെ നടന്ന അക്രമത്തിലാണ് ഈ സമരപന്തൽ തകർന്നിരിക്കുന്നത്. ഒരു ഭാഗം സമീപത്തുള്ള കടകൾ അടക്കമുള്ളവ ഇന്നലെ എത്തിയ ആൾക്കൂട്ടം ആക്രമിച്ചിരുന്നു. ഇതുകൊണ്ട് തന്നെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് പ്രതിഷേധക്കാരുടെ തീരുമാനം. കാരണം ഒരു അട്ടിമറി ശ്രമമാണ് ഇന്നലെ നടന്ന അക്രമത്തിന് പിന്നിൽ എന്ന് ഏതാണ്ട് വ്യക്തമാണ്. അത് എന്തുദ്ദേശിച്ചുള്ളതാണ്, ഏത് രാഷ്ട്രീയ പാർട്ടി ആണ് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. കൊൽക്കത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. 9ഓളം പേരെ ഇതിനകം അറസ്റ്റ് ചെയ്തു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഒപ്പം തന്നെ കൂടുതൽ ഈ അക്രമവുമായി ബന്ധപ്പെട്ട ആളുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇവരെ പിടികൂടും. അന്വേഷണം ഊർജിതമാണെന്ന് വ്യക്തമാക്കുമ്പോഴും പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ ശക്തമാക്കാൻ ഉള്ള തീരുമാനത്തിലാണ് IMA അടക്കമുള്ള സംഘടനകൾ ഉള്ളത്. CBI അന്വേഷണം ഏറ്റെടുത്തെങ്കിൽ പോലും ഈ ആശുപത്രിയിലുള്ള രോഗികളെ ചികിത്സിക്കാൻ ഉള്ള ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകർ അവരുടെ പ്രാഥമികമായ ആവശ്യമായ സുരക്ഷ പോലും ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് എന്നുമാണ് ഡോക്ടർമാരുടെ സംഘടന. ഇപ്പോൾ അവിടെ എത്തിയ സമയത്ത്, അവിടെ ഈ ആർജികർ മെഡിക്കൽ കോളേജിൽ എത്തിയ സമയത്ത് അവരൊരു ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്? കാരണം ഒരു മെഡിക്കൽ കോളേജിനകത്ത്, അതും ഒരു പഠനമുറിയിൽ, സർജറി വാർഡിലൊക്കെ ഇത്രയൊരു സംഭവം നടക്കുക, ഒരു ഡോക്ടർ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുക, അതൊന്നും ഒരു കേട്ടുകളിലുള്ള സംഭവമാണ്. അതെങ്ങനെ സാധ്യമാകുന്നു എന്നുള്ള ചോദ്യങ്ങളുണ്ട്. ഈ CCTV അടക്കം നശിപ്പിച്ചു അക്രമകാരികൾ എന്ന ആരോപണം മറുഭാഗത്തുണ്ട്. അപ്പോൾ ഇതിലെ പ്രതികൾ ആരാന്ന് കൃത്യമായി ഇതിനോടകം മനസ്സിലാക്കിയിട്ടില്ലേ പോലീസ്? അപ്പോൾ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അവിടെ എത്തിയപ്പോൾ ബൽറാമിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? പ്രജനിക്കാര്യത്തിൽ ദുരൂഹതകൾ അടിമുടിയുണ്ട് ഈ വിഷയത്തിൽ എന്ന് തന്നെയാണ്. പോലീസും മുഖ്യമന്ത്രിയും അവകാശപ്പെടുന്നത് കേസെടുത്ത് 12 മണിക്കൂറിനകം പ്രതിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. കൂടുതൽ തെളിവില്ലാതെ ആളുകളെ അറസ്റ്റ് ചെയ്യാനാകില്ല എന്നുമുള്ള വിശദീകരണം മുഖ്യമന്ത്രി നൽകുമ്പോഴും പ്രത്യേകിച്ച് ഇന്നലെ നടന്ന അക്രമ സംഭവം അത് അടക്കം എടുത്തു കാണിക്കുമ്പോൾ ഇതിന് പിന്നിൽ ഒളിച്ചു വെക്കാൻ ചിലത് ഉണ്ട്. ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ശ്രമങ്ങൾ നടന്നു. ഇത് തന്നെയാണ് വിദ്യാർത്ഥികളുടെ രോഷമായി മാറിയത്, ശക്തമായ പ്രതിഷേധത്തിന് കാരണമായതും. ഈ കഴിഞ്ഞ ദിവസം ഈ അത്യാഹിത വിഭാഗത്തിലടക്കമുണ്ടായ അക്രമ സംഭവങ്ങൾ അത് തെളിവുകൾ നശിപ്പിക്കാൻ ലക്ഷ്യം വെച്ചോ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിന്റെ വഴിതിരിച്ചു വിടാനോ പ്രതിഷേധക്കാരുടെ മുഖം നഷ്ടപ്പെടുത്താനോ ലക്ഷ്യം വെച്ച് നടന്ന ഒരു അക്രമ സംഭവമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഒപ്പം തന്നെ ഈ പ്രജൻ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ആശുപത്രിയുടെ, അതും ഒരു മെഡിക്കൽ കോളേജിന്റെ 4ാം നിലയിലാണ് ഇത്തരത്തിലൊരു ഹീനകൃത്യം നടന്നത്. അതിൽ ഒരു പ്രതി മാത്രമാണ് ഉള്ളത് എന്നാണ് പോലീസിന്റെ ഇതുവരെയും
ഇതുവരെയുമുള്ള കണ്ടെത്തൽ എന്നുള്ളത്. അതേസമയം മറ്റ് തെളിവുകൾ, ഫോറൻസിക് തെളിവുകൾ ഉൾപ്പെടെ ഇതിൽ ഒന്നിൽ കൂടുതൽ പേർ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ സഹപാഠികൾ, സഹപ്രവർത്തകർ അടക്കമുള്ളവർ ഉന്നയിക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും പോലീസിന് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കഴിയുന്നില്ല എന്നതിനോടൊപ്പം തന്നെ പലപ്പോഴും പല ഘട്ടത്തിലുള്ള വിശദീകരണങ്ങളും പ്രതികരണങ്ങളും ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആശയക്കുഴപ്പവും ദുരൂഹത ഇതിലുണ്ട് എന്നുള്ളതും വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ചും ആശുപത്രിയുടെ പ്രിൻസിപ്പൽ, നേരത്തെ ഇപ്പോൾ രാജിവെച്ച പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുകയായിരുന്നു ജൂനിയർ ഡോക്ടർ ആ ഘട്ടത്തിൽ, അർദ്ധരാത്രി അവിടെ എന്നതടക്കമുള്ള പരാമർശങ്ങൾ ഉണ്ടായി. തീർച്ചയായിട്ടും ബൽറാം, അത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട്. മാത്രമല്ല ഇത്തരം വലിയൊരു കൊലപാതകം അല്ലെങ്കിൽ ഇത്തരം വലിയൊരു പീഡനം, ഒരു ബലാത്സംഗം ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിലൊരു രാഷ്ട്രീയ നിറം അത് കൈവരുന്നത് എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എങ്ങനെയാണ്? പ്രവിത, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇതിലുണ്ട് എന്ന തരത്തിലുള്ള സംശയങ്ങൾക്ക് ഒന്നും ഇടയില്ലായിരുന്നു. എന്നാൽ പിന്നീട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു, ഒറ്റ പ്രതിയെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു, കൂടുതൽ ആളുകൾ ഇതിലുണ്ട് എന്ന സംശയങ്ങൾ ഉയരുന്നു. ആ ഘട്ടത്തിലാണ് പ്രിൻസിപ്പൽ രാജിവെക്കുന്നതും പ്രതിഷേധങ്ങൾ ശക്തമാകുന്നതോടെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് രാജിവെക്കുന്നത്. എന്നാൽ രാജിവെച്ച, സർക്കാർ സർവീസിൽ നിന്ന് പോലും രാജി സമർപ്പിച്ച പ്രിൻസിപ്പലിന് ആ രാജി സ്വീകരിക്കാതെ പുനർനിയമനം നൽകുന്നു. അത് വലിയ പ്രകോപനം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയെന്നതോടൊപ്പം തന്നെ പ്രിൻസിപ്പലും ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവർ ഈ കൊല്ലപ്പെട്ട ഈ ജൂനിയർ ഡോക്ടറുടെ കുടുംബവുമായി നടത്തിയ ആശയവിനിമയം അത് ആത്മഹത്യ ചെയ്തു എന്നുള്ളതായിരുന്നു. ഇത്തരത്തിൽ ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ചില പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആശുപത്രി അധികൃതരിൽ നിന്നും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വ്യക്തമായ സൂചനകൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ അക്രമ സംഭവങ്ങളും അതുമായി ചേർത്ത് മാത്രമേ വ്യക്തമാക്കൂ. ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായുണ്ട്. അക്രമത്തിന് പിന്നിൽ പ്രതിപക്ഷമാണെന്ന് മുഖ്യമന്ത്രി മമതയും, അതേസമയം തെളിവ് നശിപ്പിക്കാനുള്ള തൃണമൂൽ ഗുണ്ടകളുടെ ശ്രമമാണെന്ന് ഈ പ്രതിപക്ഷവും ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത ആവശ്യമാണ്. അതിനായുള്ള അന്വേഷണം, സിബിഐയുടെ അന്വേഷണത്തിൽ അത് ഉണ്ടാകും എന്ന പ്രതീക്ഷ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിലും സുരക്ഷ ഉറപ്പാക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. സമരമെങ്കിൽ മാത്രമേ അവസാനിപ്പിക്കൂ എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ ഉള്ളത്. ശരി, കൊൽക്കത്തയിൽ നിന്നാണ് ആർജിക്കർ മെഡിക്കൽ കോളേജിലാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ IMAയുമായി ബന്ധപ്പെട്ട സമരം അവരുടെ മറ്റന്നാളാണ് അവരിപ്പോൾ 24 മണിക്കൂർ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ അത്യാഹിത വിഭാഗങ്ങളെ, അടിയന്തര വിഭാഗങ്ങൾക്ക് മാറ്റമുണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് IMA. കൊൽക്കത്തയിലെ ഡോക്ടറുടെ കൊലപാതകത്തിലും ആശുപത്രിക്ക് നേരെയുണ്ടായ അതിക്രമത്തിലും പ്രതിഷേധിച്ചാണ് ആ സമരം എന്നുകൂടി IMA ഇപ്പോൾ വ്യക്തമാക്കുന്നു.